UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അല്പസമയത്തിനകം നിലമ്പൂരിൽ തുടങ്ങും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ദീപക് ധർമ്മടമുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. ദീപക്, കഴിഞ്ഞ ദിവസം LDFന്റെ കൺവെൻഷനുണ്ട്. മുഖ്യമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നു, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഒട്ടനവധി വിമർശനങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി പ്രതീക്ഷിക്കാം. UDF കൺവെൻഷനിൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപക്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDFനെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതുണ്ട്. UDF കൺവീനറും KPCC പ്രസിഡന്റ് അല്പം മുൻപ് 24 സംസാരിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് അൻവർ നിലമ്പൂരിൽ ഒരു ഫാക്ടറല്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ KC വേണുഗോപാൽ എന്ത് പറയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അൻവർ KCയെ കാണാൻ ശ്രമിച്ച സമയത്ത് KC കാണേണ്ടതില്ല എന്ന നിലപാടെടുത്ത നേതാവാണ്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ചയാണ് ബാക്കി തീരുമാനങ്ങൾ എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ UDF കൺവെൻഷനിൽ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്നതിനൊപ്പം സർക്കാരിനെ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കുന്നതിനൊപ്പം അൻവർ രാഷ്ട്രീയവും അൻവർ ഉയർത്തിയ വെല്ലുവിളിക്കുള്ള മറുപടിയും പറയേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു കൺവെൻഷനാണ് കോൺഗ്രസ് UDF ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ പാളയത്തിൽ തന്നെ ഉണ്ടായ ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ അൻവർ ശത്രുവായി മാറി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആക്രമണം നടത്തുന്ന വേളയിൽ അതിന് മറുപടി പറഞ്ഞ് പോവാതെ പറ്റില്ല നേതാക്കൾക്ക്. സ്വാഭാവികമായും അതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ, ലീഗിൻ്റെ, മറ്റു ഘടകകക്ഷികളുടെ എല്ലാം നേതാക്കൾ നിലമ്പൂരിൽ എത്തിയിട്ടുണ്ട്. BK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി തങ്ങൾ തുടങ്ങിയ ലീഗ് നേതാക്കൾ. മാത്രവുമല്ല, ലീഗിൽ ഇതിൽ അസ്വാരസ്യമില്ല എന്ന് ഇന്ന് കൺവെൻഷനിൽ ഉറപ്പിച്ചു പറയേണ്ടതും അനിവാര്യമാണ്. സ്വാഭാവികമായും KC വേണുഗോപാൽ ഇതിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗവും ഇന്നത്തെ ഈ പൊതുയോഗത്തിൽ, ഈ കൺവെൻഷനിൽ നിർണായകമാണ്. ഡോക്ടർ ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി. നിലമ്പൂരിൽ നിന്ന് അല്പസമയത്തിനകം UDFന്റെ കൺവെൻഷൻ തുടങ്ങുകയാണ്. നിലമ്പൂരിൽ ഇപ്പോൾ UDFന്റെ കൺവെൻഷൻ വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്.